ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് CD ഡീലക്സ് ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്, കമ്പനി ലൈനർ കിടക്കാം. പക്ഷേ നമുക്ക് അതിൻ്റെ ഹബിൻ്റെ ഭാഗത്ത് ചെറിയൊരു തേമാനം ഉണ്ട് കേട്ടോ. കാരണം ഈ ഹബിനകത്തേക്ക് ചെറിയതായിട്ട് തേമാനം വന്ന് ഒരു ചെറിയ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം തൽക്കാലം. പിന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. ചെയിൻ സ്പോക്കറ്റിൻ്റെ സൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ സ്പോക്കറ്റിൻ്റെ ബെയറിങ് നോക്കുമ്പോൾ ഈ സ്പോക്കറ്റ് ബെയറിങ്ങും ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ മൊത്തം പൊടിഞ്ഞു പോയേണ്ട അവസ്ഥയിലുണ്ട്. അതുകൊണ്ടാണ് വണ്ടി ആക്സിലേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു അടി പോലെ ഫീൽ ചെയ്യണ അതിൻ്റെയാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റും വീൽ റബ്ബറും കൂടി വേണം നമുക്ക് മാറ്റാനായിട്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാലാണ് കൂടുതൽ നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റും വൈസറും രണ്ടും പൊട്ടിയിരിക്കുക. ഇത് വൈസറിൻ്റെ ഭാഗം ഫുള്ള് പൊട്ടിപ്പോയി, ഹെഡ്ലൈറ്റ് അസംബ്ലിയും ഓൾറെഡി പൊട്ടിയൊരവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മാറ്റിയാൽ തന്നെയാണ് അത് ഭാഗം ക്ലിയറായി പോവുള്ളൂ. അപ്പോൾ അത് രണ്ട് നമുക്ക് കറക്റ്റാക്കി ഇട്ടേക്കാം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ കൂട്ടത്തിൽ കൂടെ അയച്ച് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. കാരണം പ്ലഗിനകത്ത് കാര്യമായിട്ടുള്ള കാർബണോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ബോഷിൻ്റെ ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13.14 റേഞ്ചിൽ 13 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 13.4 വരെ തന്നെ ഉണ്ട്. നമുക്ക് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വാല്യൂസ് ആയിട്ട് കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ അപ്പോൾ വേണമെങ്കിൽ കാണിക്കാം. പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ വയറിങ്ങിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതാണ്. പിന്നെ വണ്ടി ട്രയൽ അടിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് അത് ഇവിടെ ടൈലിട്ട് ഇതൊക്കെ നല്ല രീതിയിൽ പിടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി കൂട്ടത്തിൽ കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ചെയിൻ സ്പോക്കറ്റ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ചെയിൻ സ്പോക്കറ്റ്, എഞ്ചിൻ ഓയിൽ, അതേപോലെ വൈസർ, ഹെഡ്ലൈറ്റ്, വീലിൻ്റെ ഡാമ്പർ റബ്ബർ തുടങ്ങിയിട്ട് എല്ലാം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.